വഴി കണ്ട നെക്കത്തിന് വിശ്വസിക്കുക. ആ എല്ലാം അതെ. ലോകത്തിൽ ഇടിയാണ് അവരെ കൊണ്ട്, അടുക്കളയിൽ കൂടി കയറിയിരിക്കുകയാണ് വ്യാജപ്രവാചകന്മാർ. 2 യോഹന്നാൻ 7 അനേക വ്യാജപ്രവാചകന്മാർ ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് പുറത്തുനിന്നല്ല, നമ്മുടെ നിന്ന് തന്നെയാണ്. ഇവരെ 2 തിമോത്തി 4:1-2 1 തിമോത്തി 4:1-2 മറ്റത് 2 പത്രോസ് 2:2 1 തൊട്ട് 3 വരെയുള്ള വനത്തില് ആദ്യം 10. ആത്മാവ് വ്യക്തമായി പറയുന്നു. അതാണ് ഇപ്പൊ നടക്കുന്നത്. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയവര്, നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അത് തിരിച്ചറിയാൻ നമുക്കറിയാമോ? ഡിസൈൻമെന്റ് ഉണ്ടോ? 1 കൊരിന്ത്യർ 12:9-10 വിശ്വാസവരമുണ്ടോ? ആത്മാവിനെ വിചിക്കാനുള്ള കഴിവുണ്ടോ? നമുക്ക് കണ്ടതിനെല്ലാം വിളിച്ചു പറയാൻ. കണ്ടോ? കണ്ടോ? ഇതെല്ലാം തരുന്നു. ഇതുകൊണ്ടാണ് 2 പത്രോസ് 2 1 തൊട്ട് 3 വനം വായിച്ച്. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. കണ്ടോ? അതുകൊണ്ടാണ് കൃപയുണ്ടെങ്കിൽ ഉടനെ പറയും, നമുക്കറിയാൻ സാധിക്കും ഇന്നത് അവർ വഴി തെറ്റിപ്പോയി അല്ല അവരെ ഉപദേശിക്കാൻ പോയാൽ. കാരണം എന്തുകൊണ്ടാണ്? അവന്റെ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയി. അതാണ് 1 തിമോത്തി 6:3-5 വനം. അഹങ്കാരിയും അജ്ഞാനുമായിരിക്കും, എല്ലാത്തിനും ചോദ്യം ചെയ്യും. അഹങ്കാരിയും അജ്ഞനുമാണ്. കണ്ടോ? എല്ലാത്തിനും ചോദ്യം ചെയ്യും. വാക്കുകളെ ചൊല്ലി കണ്ടിട്ടില്ലേ? വാക്കുകളെ ചൊല്ലി തർക്കിച്ചു നടക്കുന്നത്. ഈശോയിലുള്ള ഒരാളും തർക്കിച്ചു നടക്കില്ല വാക്കുകളെ ചൊല്ലി. നാല് കാര്യങ്ങളുണ്ടാകുന്നത് എന്തൊക്കെയാണ്? അസൂയ, അപവാദം, പിന്നെ ദുസ്സംശയങ്ങള്. സംശയം ഉണ്ടാക്കിയിടും എല്ലാവരും ഹൃദയത്തില് മനസ്സില്. വഴക്കും എല്ലാം ഉണ്ടാക്കിയിടും. പിന്നെയുണ്ട് വായിക്കും. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ 2 തിമോത്തി 3:1-9 വരെയുള്ള വനത്തില് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, അവസാനം നാടുകളിൽ വരുന്നവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം ഈ ഒരു കാര്യം. അതാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പീഡനവും മീതും. അത് കർത്താവിന്റെ വചനമുള്ളവരോടായിരിക്കും എല്ലാവർക്കും എതിർപ്പ്. കണ്ടോ? ഈശോയുടെ കൂടെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു യോഹന്നാൻ 6:54-56 വനത്തില്, എന്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോ എല്ലാം വിട്ടുപോയി.
പലരും പറഞ്ഞു വചനം കഠിനമാണ്, അയ്യോ വചനം ഇത്രയൊന്നും വേണ്ട. യോഹന്നാൻ 6:60 ഏക്കെ പോയി വീശ പത്തോസ് അങ്ങനെ പമ്മി നിന്ന് അപ്പൊ പറഞ്ഞു, നീയും പൊയ്ക്കണമെങ്കിൽ നീയും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കണ്ടോ, പത്തോസ് എന്ത് പറഞ്ഞു? ഞാൻ ആരുടെ അടുക്കലോട്ട് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. യോഹന്നാൻ അന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 6:67 തൊട്ട് 69 വചനം ഉണ്ടോ. അതുകൊണ്ടാണ് വചനം കൂടുതൽ വേണ്ടെന്ന്. കൂടുതൽ വേണ്ടെങ്കിൽ ഈശോയെ വേണ്ട, വചനമാണ് ഈശോ. റോമ 10:17 നാം കേൾവിയിൽ കൂടിയാണ് വിശ്വാസം വരുന്നത്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 6:7 പുരോഹിതന്മാർ കൂടി വിശ്വാസം സ്വീകരിച്ച് വചനം കേട്ടപ്പോളെന്ന്. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ അനേകരെ വിശ്വാസത്തിലോട്ട് വരും. അതും ഈശോയെ പറ്റി മാത്രമേ പറയാനുള്ള തീരുമാനമെടുക്കണം. 1 കൊരിന്ത്യർ 2:2 അല്ലാതെ മാറ്റതും മറിച്ചതും വേറെ പുരാണ കഥകളൊന്നുമല്ല. ഈശോയെ മാത്രം പറയണം. അപ്പോഴാണ് പരിശുദ്ധായുടെ ശക്തിയും ജ്ഞാനവും ദൈവം തരുന്നത്. ജ്ഞാനം 9:16 തൊട്ട് 19 വരെ. ജ്ഞാനവും പരിശുദ്ധാരിയും ഇല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കണ്ടോ, എത്ര സാരിയുണ്ട്, എത്ര ഷർട്ടുണ്ട്, മുണ്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പറയാമോ? വീട്ടിൽ എത്ര കസേര ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാമോ? എത്ര വളയുണ്ടെന്ന് പറയാമോ? ഇപ്പൊ കമ്മൽ എത്ര ഉണ്ട് ജോഡി? അതുകൂടി തപ്പി നോക്കണം. കള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും. ഒന്നും അറിയാൻ സാധിക്കില്ല. ഈ അവസ്ഥയിലാണ്. പേന എത്ര ഉണ്ടാവും നിങ്ങൾക്ക്? അതും അറിയാൻ സാധിക്കില്ല. മക്കൾ എത്ര ഉണ്ട് പറയാമോ? പെട്ടെന്ന്. പെണ്ണുങ്ങളാണെങ്കിൽ എണ്ണാൻ കിട്ടിയല്ല, ആണുങ്ങളാണെങ്കിൽ എണ്ണം കിട്ടും. കാരണം വെച്ചാൽ ആണുങ്ങളെ പേടിയാണ് മക്കളല്ലേ. അതുകൂടി അതുകൊണ്ടാണ് സ്വർഗീയകാര്യങ്ങൾ യോഹന്നാൻ 3:31 തൊട്ട് 36 വനമെന്ന് വായിച്ച് ഭൂമിയിലെ കാര്യങ്ങൾ ആര് സംസാരിക്കുന്നു? കണ്ടോ, സ്വർഗീയകാര്യങ്ങൾ ആര് സംസാരിക്കുന്നു? ഉന്നതത്തിൽ നിന്ന് വരുന്നത് എല്ലാവർക്കും ഉപരിയാണ്. അതാണ് ആത്മീയ മനുഷ്യൻ. കണ്ടോ, എല്ലാവർക്കും. അതാണ് ഗലാത്യ 4:29 ആത്മാവിലുള്ളവനും ജഡത്തിലുള്ളവനും തമ്മിൽ എപ്പോഴും എതിരായിരിക്കും. അതാണ് കണ്ണിന് കണ്ണ് കാണാൻ സാധിക്കില്ല. അതാണ് ഈശോ പറഞ്ഞ്, ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വാളാണെന്ന് ഭൂമിയിൽ. മത്തായി 10:34 തൊട്ട് 39 വനത്തില്. അമ്മായിമ്മ മരുമകൾക്കെതിരാവും, തീർച്ചയായിട്ടും. മകൾ അപ്പനെതിരാവും, അപ്പം മകനെതിരാവും. എന്തുകൊണ്ടാണ്? ഈശോ വരുമ്പോ, ഈശോയെ സ്വീകരിക്കുമ്പോ, വചനം സ്വീകരിക്കുമ്പോ ആത്മാവ് രണ്ടായി, ആ ഭവനം രണ്ടായിട്ട് മാറും. സത്യത്തെ വെളിപ്പെടുത്താനാണ്. സത്യമാണ് ഈശോ. അതാണ് യോഹന്നാൻ 8:31 തൊട്ട് 36 വരെയുള്ള വചനം. രണ്ടും വായിക്കും. യോഹന്നാൻ 3:31. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ നാം ആണ്. ഓരോരുത്തരുമാണ്. യോഹന്നാൻ 3:3, 3:5 വീണ്ടും ജനിച്ചു വന്ന് ആത്മാവിലും ജലത്തലും നാം സ്ഥാനപ്പെടുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ, വചനം മാംസമാവുമ്പോൾ, യോഹന്നാൻ 1:14 വചനം മാംസമായി വരുമ്പോൾ വചനമാണ്. വചനം നമ്മളെ ശുദ്ധീകരിക്കും. യോഹന്നാൻ 15:2-3 വചനം ഇങ്ങനെ കേട്ട് 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 4 കൊല്ലം വരുമ്പോ നിങ്ങൾ എങ്ങനെയാവും? ജ്ഞാനികളായി മാറും. കണ്ടോ, വചനം മാംസമാവുമ്പോ മറ്റേ ബുദ്ധിതലത്തിലാണ്, ഇത് ആത്മീയ തലത്തിലാണ്. കണ്ടോ, അതുകൊണ്ടാണ് ആത്മാവിന്റെ കാര്യങ്ങള്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഒന്ന് വായിച്ചെന്നെ 1 കൊരിന്ത്യർ 14:37 തൊട്ട് 40 വനത്തിൽ വിശുദ്ധ പൗലോസ് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത് കേട്ടത്? കണ്ടോ, വിശുദ്ധ പൗലോസ് പറയാണ്, ഇത് കർത്താവിന്റെ കൽപ്പനയായി അംഗീകരിക്കണം. കണ്ടോ, വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ആ അംഗീകരിച്ചില്ലെങ്കിൽ
അവനും അംഗീകരിക്കയില്ല. ഇപ്പൊ റോമ 8:26 പറയുന്നു, ആത്മാവിലുള്ള ഭാഷാവരം, ആത്മാവില് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് ഭാഷയുണ്ടോ? ഒന്നുമില്ല. ഒരു കോട്ട് വായുമിട്ടാലോ അത് പ്രാർത്ഥനയാണെന്ന്. ഇത് അംഗീകരിച്ചില്ലെങ്കിലോ അവനും ആത്മാവിൽ വരില്ല. വിശുദ്ധ പൗലോസ് പറയാൻ 1 തിമോത്തി 2:8 പുരുഷന്മാരുടെ കരങ്ങളെല്ലാം പവിത്രമാണ്, കോപമോ കലഹമോ കൂടാതെ അവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ. കണ്ടോ? അതുപോലെ തന്നെ 1 തിമോത്തി 2:15 വായിച്ച്, 1 തിമോത്തി 2:15 1 തിമോത്തി 2:15 സ്ത്രീ എന്നൊന്നുകൂടി ആയത്, സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുമെങ്കിൽ മാതൃത്വത്തിലൂടെ നീ രക്ഷിക്കപ്പെടും. അമ്മയാവും, കുട്ടികളുണ്ടാവും. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അത് ബാധകമാണ്. കണ്ടോ? ചിലത് പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല പൗലോസിന്. 2 കൊറിന്ത്യസ് 12 1 തൊട്ട് 4 വേണം. പുതിയതായിട്ട് വന്നവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ. കാരണം പാല് കുടിക്കേണ്ട പ്രായത്തിലാണ് ഞാൻ കുറച്ച് കടന്നു പോകുന്നത്. പാല് കുടിക്കുന്ന പ്രായത്തിലാണ് പലരും ഇരിക്കണത്. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. കണ്ടോ? കർത്താവിന്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും എങ്ങനെ കിടക്കുന്ന അഗാധ ജ്ഞാനം വന്നുകൊണ്ടാണ്. റോമ 11:33-36 വനത്തില് അഗാധ ജ്ഞാനത്തിൽ കൂടിയാണ് പൗലോസ് വന്നത്. നമ്മളിപ്പോ എടുക്കുന്ന ദർശനങ്ങൾ എങ്ങനെയാണ്? കുതിരനെ കണ്ട്, ആനയുടെ പുറത്ത് കൊക്കിരിക്കണ കണ്ട്, ഇല്ലേ, കട്ടില് കണ്ട്. കണ്ടോ? ഞാനൊരിക്കലും ധ്യാനത്തിൽ ചെന്നപ്പോ എന്നോട് ചോദിക്കുന്നതാണ്, വീട്ടിൽ സേഫ് ഇരിപ്പുണ്ടാകും. ഞാൻ പറഞ്ഞു എനിക്ക് സേഫ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ദർശനങ്ങളെ ചുമ്മാ ഇരുന്നുകൊണ്ട് കണ്ടോ? ഹസൻ അയാളെ ബന്ധിച്ചിട്ട് പോകുന്നു ഇങ്ങോട്ട്. കണ്ടോ? ചുമ്മാ ഇരുന്നുകൊണ്ടുള്ള ചോദ്യങ്ങള്. ദർശനങ്ങൾ കാണുകയാണ്. ദർശനങ്ങൾ ഹബക്കൂക്ക് 2:2-4 വനത്തില് കാത്തിരിക്കണം. ഔസേപ്പിനെ കൊല്ലങ്ങളോളം വർഷങ്ങളോളം. കണ്ടോ? അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്ന 30:15-18 വനം. കുതിരപ്പുറത്ത് കയറരുത്, നിങ്ങൾ ആശ്രയവും ബലവുമായിരിക്കട്ടെ, വർഷങ്ങളോളം കാത്തിരിക്കണം. അപ്പോഴാണ് ദർശനങ്ങളെല്ലാം വരുന്നത്. അല്ല ദർശനത്തിൽ എടുത്ത് ചാടരുത്. അല്ലെങ്കിൽ ജെറമ്യ 14:14 വരും, ഇസക്കേൽ 13:3 വരും. 2 വായിക്ക്. കർത്താവിന്റെ വചനമാണ് കേൾക്കേണ്ട ഈ ദർശനക്കാര്. ഉണ്ടോ? അല്ലാതെ വെറുതെ ദർശനമല്ല, വചനമാണ് ആദ്യം കേൾക്കേണ്ടത് കർത്താവിന്റെ. സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ദോഷന്മാരെ പ്രവാചകന്മാർക്ക് ദുരിതം. കണ്ടോ? അതാണ് എല്ലാം പോകുന്നത്. സകലതും കണ്ടോ? ഒരു 5 കൊല്ലം കഴിയുമ്പോൾ തുകിച്ചാവും വേണമെങ്കിൽ, അല്ലെങ്കിൽ നാട് വിട്ടുകളെ. അതെ, അല്ലെങ്കിൽ ഈശോയ്ക്ക് എതിര് നടക്കും, യുക്തിവാദിയായിട്ട് കോവറിന്റെ കൂടെ നടക്കും. അപ്പാ ഇപ്പൊ മനസ്സിലായോ? ഇനി ദർശനത്തിൽ പോകുമോ? ബൈബിള് കേൾക്കാൻ വന്ന വചനമാണ് സ്വീകരിക്കേണ്ടത് ഹൃദയത്തില്. അതെവിടെ സ്വീകരിക്കണം? മതിലയിൽ എഴുതാനാണോ? വേണ്ടെങ്കിൽ കൊണ്ടേ മതിലയിൽ എഴുതാം. ഇല്ലേ? എത്ര മതിലയിലാ കിടക്കണം? വേണ്ട. 2 കൊറിന്ത്യസ് 3:3 ഹൃദയബലത്തിലാണ് വചനം വരേണ്ടത് നമ്മുടെ. കണ്ടോ? വേണ്ടാത്തവരാണ് എല്ലാം പുറത്തു കളയണത്. കണ്ടോ? മത്തായി 7:6 വിശുദ്ധമായതൊന്നും പട്ടിക്കും പന്നിക്കും കൊടുക്കരുത്. കൊടുത്താലോ തിരിഞ്ഞ് കള്ളുഷാപ്പിക്കൊണ്ട് വനം കൊടുത്തു. ഒന്ന് വാ, നാളെ ഇന്ന് രാത്രി പെട്ട് ഏതെങ്കിലും കള്ളുഷാപ്പില ബാറില കൊണ്ട് വനം കൊടു. ഉറങ്ങാൻ പറ്റുമോ അന്ന് രാത്രി? കണ്ടോ?
അതുകൊണ്ടാണ് മത്തായി 10:14 കാലപ്പൊടി തട്ടിക്കളൻ അങ്ങനെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. കാര്യം വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് വിശുദ്ധി വേണമെന്നല്ല. 1 തെസ്സലോനിക്കർ 2:4